നമുക്ക് അറിയാം ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാലൻസ്ഡ് ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഉണ്ടാവും, രോഗങ്ങൾ ഉണ്ടാവില്ല. ഇതെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിരിക്കണം. പക്ഷേ നമുക്കറിയില്ല കറക്റ്റായിട്ട് എങ്ങനെയാണ് ബാലൻസ് ഡയറ്റ് ചെയ്യേണ്ടതെന്ന്, ഒരു ദിവസത്തെ ബാലൻസ് ഡയറ്റ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ ഒരു ധാരണ ഉണ്ടാക്കാൻ, കൂടുതൽ സംസാരിക്കാൻ നമ്മളോടൊപ്പം ന്യൂട്രി സൊല്യൂഷൻസിൻ്റെ കൺസൾട്ടൻറ്റ് ന്യൂട്രീഷനിസ്റ്റ് ഗായത്രി അശോകൻ കൂടെ ഉണ്ട്. നമസ്കാരം. ഒരാളുടെ ഒരു ഐഡിയൽ ഡയറ്റ് ഒരു ദിവസത്തെ അതൊന്ന് പറയാമോ? ഓരോ ജോലി ചെയ്യുന്നവർക്കും വ്യത്യാസമുണ്ട്. എങ്കിലും ഒരു സെഡൻഡറി ജോബ്, ഒരു നോർമൽ വീട്ടിലുള്ള സാധാരണ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയൊക്കെ ആണെങ്കിൽ ഒരു 1100 കാലറി മതിയാവും. ഇപ്പം രാവിലെ കഴിക്കുന്ന ഒരു 3 എണ്ണം മതിയാവും. ഇഡ്ഡലി ദോശയൊക്കെ ആണെങ്കിൽ 3 എണ്ണം മതി. അതിൻ്റെ കൂടെ എന്തെങ്കിലും പയറ്, പരിപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കഴിക്കുക. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ സാധാരണ കഞ്ഞിയും പയറും കഴിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റൈസിനകത്ത് ചില അമിനോ ആസിഡ്സ് ഇല്ല. ഇപ്പം ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് റൈസിലില്ല. അത് പയറ് പരിപ്പിലാണ് ലൈസിൻ ഉള്ളത്. മിത്യോനൈൻ റൈസിനകത്ത് ഉണ്ട്, പയറ് പരിപ്പിനകത്തില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ രണ്ടും കിട്ടുന്നത്. അതുതന്നെ അനിമൽ പ്രോട്ടീൻ ആണെങ്കിൽ അനിമൽ പ്രോട്ടീൻ ബാലൻസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ 2 മുട്ടയുടെ വെള്ള, അല്ലെങ്കിൽ 2 പീസ് ഫിഷ്, അല്ലെങ്കിൽ 2 പീസ് ചിക്കൻ. ഇപ്പോൾ ഡെയിലി ഒരു പോർഷൻ ചിക്കൻ കഴിച്ചത് കൊണ്ട് ആർക്കും വണ്ണം കൂടത്തില്ല. അത് പലപ്പോഴും മലയാളികൾ കഴിക്കുന്ന ഒരു നേരം തന്നെ ഒരു 1/2 കിലോ വെച്ച് കഴിക്കും. അതുകൊണ്ടാണ് വെയിറ്റ് കൂടുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരു ഡയറ്റിൽ ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 3 ഇഡ്ഡലി അല്ലെങ്കിൽ സാമ്പാർ, അങ്ങനെ ഒരു പഴം, 1 ഗ്ലാസ് മിൽക്ക് കഴിക്കുക. സാമ്പാറിന്റെ കാര്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ഒരാൾ പറഞ്ഞു കേട്ടതാ, നമ്മൾ ദോശയും സാമ്പാറും കഴിക്കുമ്പോൾ സാമ്പാറിൽ ദോശ കാർബാണ്, പക്ഷെ സാമ്പാറിൽ പ്രോട്ടീൻ ഇല്ല, അതുകൊണ്ട് ചട്നിയാണ് നല്ലത്, സാമ്പാർ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. ശരിക്കും ഒരു ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇഡ്ഡലി സാമ്പാർ ആണ്. ശരിക്കും പറഞ്ഞാൽ സാമ്പാറിനകത്ത് ദാലുണ്ട്, ദാലിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. റൈസും ഉഴുന്നും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ആകുമ്പോൾ സ്റ്റീംഡ് ഫുഡാണ്, പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും അത് ബാലൻസ്ഡ് ആണ്. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് മിൽക്കും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു ദിവസം ഒരു 350-400 ml എങ്കിലും മിൽക്ക് വേണം. കാര്യം ഒരുപാട് കാൽഷ്യം ലോസ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഒത്തിരി ലോസ് വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു 350 ml എങ്കിലും മിൽക്ക് ഡെയിലി വേണം. പിന്നെ ഇടനേരത്ത് എന്തെങ്കിലും ഒരു സ്നാക്ക് എന്ന് വെച്ചാൽ ലൈം ജ്യൂസ് വല്ലതും കഴിക്കുക. ലൈം ജ്യൂസ് കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അയൺ ബോഡിയിൽ അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഉച്ചയ്ക്കുള്ള ചോറ് ഒരു 3 കപ്പ് മതിയാവും. എന്ന് വെച്ചാൽ 100 ഗ്രാം ഉള്ള കപ്പ്, കട്ടോരി എന്നൊക്കെ പറയല്ലേ, അങ്ങനെ 3 കപ്പ് റൈസ്, പിന്നെ ഒരു 2 കപ്പ് വെജിറ്റബിൾ, 1 കപ്പ് ഇലക്കറികൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക. കാര്യം ICMR റെക്കമെൻഡ് ചെയ്യുന്ന 100 ഗ്രാം ഇലക്കറികളാണ് എല്ലാ ഏജ് ഗ്രൂപ്പിനും, എല്ലാ ദിവസവും. അപ്പം 100 ഗ്രാം ഇലക്കറി കഴിക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കാൽഷ്യം കിട്ടും, അയൺ കിട്ടും, ഫോളിക് ആസിഡ് കിട്ടും, ഫൈബർ, വൈറ്റമിൻ എ എല്ലാം കിട്ടും. വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ട് ഏത് ഇല വേണമെങ്കിലും ഉപയോഗിക്കാം. പോയിസണസ് അല്ലാതുള്ള ഏത് ലീഫ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് കേട് ഉണ്ടായിരിക്കണം. നമുക്ക് അങ്ങനെ കേട് കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അധികം ആരും ഉപയോഗിക്കുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ അത് മോരായിട്ട് ഉപയോഗിക്കാം. കാര്യം കേട് കഴിക്കുമ്പോൾ അതൊരു പ്രോബയോട്ടിക്കാണ്. കൂടുതൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ നമ്മുടെ വയറിന് ഒത്തിരി നല്ലതാണ്. ആസിഡിറ്റിയൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ അത്രയും ഉച്ചയ്ക്ക് കഴിക്കുക. പിന്നെ വൈകിട്ട് ചായ 2 ബിസ്ക്കറ്റോ ഫ്രൈഡ് ഐറ്റം ഒക്കെ ഒഴിവാക്കുക. അല്ലെങ്കിൽ നട്ട്സ്, ഒരു ചെറിയ എമൗണ്ട് 40 ഗ്രാം നട്ട്സ് അല്ലെങ്കിൽ ബദാം, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നത് നമുക്ക് ആൻറ്റി ഏജിങ്ങിനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. പക്ഷെ അത് കൂടുതലാവുമ്പം ഒരു വലിയൊരു പ്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും. ഇതിലും പഴംപൊരി നമുക്ക് 3 സ്പൂൺ എണ്ണ ഒരു ദിവസം മതിയല്ലോ. അതുപോലെ കോക്കനട്ടിൻ്റെ അളവ് കുറയ്ക്കുക. നമ്മൾ കേരളീയരുടെ ഡയറ്റിൽ എപ്പോഴും കോക്കനട്ട് ഒത്തിരി കൂടുതലാണ്. അപ്പം കോക്കനട്ട് ശരിക്കും നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തന്നെ ഒരു നോർമൽ ഡയറ്റിൽ നമ്മൾ എടുക്കുമ്പം ഫാറ്റ് പെർസെൻറ്റേജ് ഒത്തിരി ഹൈ ആകാറുണ്ട്. അപ്പോൾ കോക്കനട്ടിൻ്റെ അളവ് കുറച്ച് മതി, നമുക്ക് അധികം വേണ്ട. പിന്നെ രാത്രിയിൽ ഇതുപോലെ ഒരു 2-3 ചപ്പാത്തി, അല്ലെ റൈസ് ആണെങ്കിൽ 3 കപ്പ് അതുപോലെ. ഇപ്പം ചപ്പാത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ചപ്പാത്തി കഴിക്കുന്നത് കൊണ്ടും ചോറ് ഒഴിവാക്കുന്നതുകൊണ്ടും പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം വരാനുണ്ടോ? ശരിക്കും 100 ഗ്രാം റൈസിലും ഗോതമ്പിലും ഉള്ള കാലറി ഏകദേശം സെയിമാണ്. ചെറിയ ഡിഫറൻസ് ഉള്ളു, ഇത്തിരി പ്രോട്ടീനും ഫൈബറിൻ്റെ ഒക്കെ ഡിഫറൻസ് ഉള്ളു. പക്ഷേ നമ്മൾ 100 ഗ്രാം റൈസ് നമ്മളത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഒരു 200 ഗ്രാം ആവുമായിരിക്കും, 2 കപ്പ് ആവുമായിരിക്കും. അതേസമയം 100 ഗ്രാം ചപ്പാത്തിയുടെ മാവ് വെച്ചിട്ട് നമുക്ക് 4 ചെറിയ ചപ്പാത്തിയില്ല, 25 ഗ്രാമിൻ്റെ 4 ചപ്പാത്തി ഉണ്ടാകും. അപ്പോൾ കൂടുതൽ ഫില്ലിങ് വരും,
കൂടുതൽ സമയം എടുക്കും ഡൈജസ്റ്റ് ചെയ്യാൻ. അതേ ഉള്ളൂ ഡിഫറൻസ്. അല്ലാതെ ഒരു 8-10 ചപ്പാത്തി കഴിച്ച ഒരേ എഫക്റ്റ്, സെയിം എഫക്റ്റ്. അപ്പോൾ റൈസ് തമ്മിൽ ഡിഫറൻസ് ഇല്ല, എൻ്റെ ക്വാണ്ടിറ്റിയിലാണ് കാര്യം. നമുക്ക് നല്ല കറി മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കുറേ ചോറ് കഴിക്കും. ചപ്പാത്തി ആകുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്. 1-2 കഴിച്ചാലും നല്ലതാണ്, അധികം കഴിച്ചാൽ അതും റൈസ് പോലെ തന്നെയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ബാലൻസ്ഡ് ആയിട്ട് സമീകൃത ആഹാരം എന്നൊക്കെ ഞങ്ങൾ ചെറുതിൽ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. ഇത്രയും സമയം അതിനെപ്പറ്റി കൂടുതൽ പറയുകയും വിവരിച്ചു തരികയും ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു.